പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ 36 റഫാൽ വിമാനങ്ങൾ ഒന്നിച്ചു പറക്കും. അത്ഭുതം എന്താണ്? ഇതിലെന്താണ് വാർത്ത എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെയല്ല. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പലതവണ പറഞ്ഞു ഇന്ത്യയുടെ നിരവധി റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. എന്നിട്ട് അവരൊരു വിമാനത്തിൻ്റെ ടെയിൽ നമ്പർ പറഞ്ഞു, BS-022. ഞങ്ങൾ വെടിവെച്ചിട്ട ഇന്ത്യയുടെ റഫാൽ വിമാനമാണ്. നമ്മൾ മറുപടി കൊടുത്തു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയുടെ ആകാശത്തുകൂടി BS-022 എന്ന് പറയുന്ന നമ്മുടെ റഫാൽ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പറന്നു. പാകിസ്ഥാൻ വെടിവെച്ചിട്ട് വിമാനം നമ്മൾ പറത്തി. ഇപ്പോൾ ഇതാ ഞാൻ എന്താ പറഞ്ഞത്, 36 റഫാൽ വിമാനങ്ങൾ. 36 വിമാനങ്ങളാണ് നരേന്ദ്രമോദി വാങ്ങിയത്. 36 വിമാനങ്ങളും നമ്മുടെ പക്കലുണ്ട്. അത് 36ഉം പറക്കുന്നു. എന്നും മാത്രമല്ല, ഈ 36 വിമാനങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതിലൊന്നുപോലും വീണിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തൽ നമ്മൾ ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഇന്ത്യൻ എയർഫോഴ്സ് ഈ 36 റഫാൽ വിമാനങ്ങളുടെ പരിപാലനത്തിനായി കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നു. കാരണം കൊട്ടേഷൻ ഒരു താൽക്കാലിക കരാറാണ്, താൽക്കാലിക പരിപാലന കരാറാണ്. സാങ്കേതിക സഹായം, ബ്രിഡ്ജ് സപ്പോർട്ട് പാക്കേജ് എന്ന് പറയും. വ്യോമസേന ആസ്ഥാനത്ത് നിന്ന് ഈ ടെൻഡർ രേഖകൾ പുറപ്പെടുവിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രതിരോധ സൈറ്റുകളെല്ലാം ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വിമാനമെല്ലാം തകർന്നു, ഇന്ത്യ തോറ്റു, ഇന്ത്യ മുട്ടുകുത്തി, പാകിസ്ഥാനാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വാർത്തയാക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഔദ്യോഗികമായി നമ്മൾ വാങ്ങിയ 36 വിമാനങ്ങളും പരിപാലിക്കാൻ കരാർ വിളിച്ചിരിക്കുന്നു. അതൊരു മറുപടിയാണ്. ഔദ്യോഗികമായി ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് രൂപ വേണം വിമാനങ്ങളുടെ പരിപാലനത്തിന്. അതിനുവേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് എന്ന് പറയാൻ പറ്റില്ല, പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് ഈ വിമാനങ്ങളുടെ പരിപാലനത്തിലുള്ള കരാർ ക്ഷണിക്കുകയാണ് 36 എണ്ണത്തിന് വേണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ 36 ഉണ്ട്. വാങ്ങിയത് എത്ര? 36. കയ്യിൽ എത്രയുണ്ട്? 36. പാകിസ്ഥാനും പറയുന്നത് 8-12 വെടിവെച്ചിട്ടെന്ന്. അപ്പോൾ പിന്നെ അത് കുറയണ്ടേ പരിപാലന കരാർ കൊടുക്കുമ്പോൾ? അപ്പോൾ നമ്മൾ അസന്നിഗ്ധമായി ലോകത്തോട് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഒരൊറ്റ റഫാലിനും ഒന്നും പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ഈ കരാർ വിജ്ഞാപനം, ടെൻഡർ വിജ്ഞാപനം. 2026 സെപ്റ്റംബറിന് ശേഷവും റഫാലിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ലോജിസ്റ്റിക്, സാങ്കേതിക സഹായം എന്നിവ ഉറപ്പിക്കാനായാണ് താൽക്കാലിക കരാർ. ഈ 5 മാസങ്ങൾ കൊണ്ട് ഈ കാലയളവിൽ ഈ വിമാനങ്ങൾ 2250 കിലോമീറ്റർ പറക്കുമെന്നും ഇന്ത്യൻ വ്യോമസേന ഈ കരാർ ക്ഷണിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ദീർഘകാല കരാർ ഇതുവരെ ആയിട്ടില്ല. അത് റെഡിയാവുന്നത് വരെ, അത് അന്തിമമാക്കുന്നത് വരെയാണ് വിമാനങ്ങളുടെ താൽക്കാലിക പരിപാലനത്തിലുള്ള ഇപ്പോഴത്തെ കരാർ. കാരണം ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇതിൽ വിമാനങ്ങളുടെ ഈ പറഞ്ഞ തരത്തിലുള്ള സാങ്കേതികവും ലോജിസ്റ്റിക്കുമായിട്ടുള്ള പരിപാലനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഏത് കമ്പനിക്കും ഏത് സ്ഥാപനത്തിനും അപേക്ഷിക്കാം. അതിന് കരാർ വ്യവസ്ഥകൾ പാലിച്ചാൽ അതിൻ്റെ പരിപാലന ചുമതല ആ കമ്പനികൾക്ക് കിട്ടും. അപ്പോൾ രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ പൊതു ഇടത്തിൽ നിന്ന് സൈന്യവുമായി ബന്ധപ്പെടാത്ത ആളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ താൽക്കാലിക പരിപാലനം നടത്തുന്നത്. അപ്പോൾ അവർക്ക് എണ്ണി നോക്കാൻ പറ്റുമല്ലോ, അവരിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുമല്ലോ. അപ്പം ഞങ്ങൾക്ക് മറക്കാനൊന്നുമില്ല. ഇവന്മാരിങ്ങനെ പുളുവടിച്ച് നടക്കുന്ന ഒരു പാകിസ്ഥാൻ, ഒരു പന്നിസ്ഥാൻ, അവരിങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെ വിമാനം 36 ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പറയുന്നു. പാകിസ്ഥാൻ്റെ വാദം ഈ ടെൻഡറിലൂടെ തകർന്നു വീണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ എന്തൊക്കെ പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടെയിൽ നമ്പർ കാണിച്ചിട്ട് അത് വീണു എന്ന് പറഞ്ഞു. നമ്മൾ ആ വിമാനം റിപ്പബ്ലിക് ഡേക്ക് പറത്തി കാണിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു നുണയെന്തായിരുന്നു? നമ്മുടെ സുദർശൻ ചക്ര ഉണ്ടല്ലോ, S-400, റഷ്യയിൽ നിന്ന് വാങ്ങിയ സുദർശൻ ചക്ര എന്ന പേരിലാണ് നമ്മൾ S-400 ഉപയോഗിക്കുന്നത്. അത് ആദംപൂർ എയർബേസിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞു ആദംപൂർ എയർബേസ് ഞങ്ങൾ തകർത്തു, അവിടെ ഉണ്ടായിരുന്ന മിഗ് വിമാനങ്ങൾ തകർത്തു, അവിടെ ഉണ്ടായിരുന്ന S-400 അടിച്ച് തകർത്ത് കളഞ്ഞു. വ്യോമ പ്രതിരോധ സന്നാഹമാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സന്നാഹമാണ് S-400. ചൈന കൊടുത്ത ഈ വ്യോമ പ്രതിരോധ സന്നാഹം അമ്പയെ പിഴച്ചു. ഇന്ത്യ അയച്ച മിസൈലുകളെല്ലാം കൃത്യം പാകിസ്ഥാനിൽ വിടും. പക്ഷേ ഇന്ത്യയിലേക്ക് ഒന്നും വന്നില്ല, എല്ലാം നമ്മൾ തകർത്തു. അതിന് കാരണം നമ്മൾ S-400 വളരെ കുറച്ച് സമയം, 3-4 തവണയോ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 10-ൽ താഴെ തവണ മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ S-400 ഉപയോഗിക്കേണ്ടി വന്നേയില്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ ആകാശ് പ്രതിരോധ സംവിധാനം തന്നെ മതിയായിരുന്നു പാകിസ്ഥാൻ അയച്ച ഈ
ഏഴാം കൂലി മിസൈലുകളൊക്കെ തകർക്കാൻ എന്നായിരുന്നു പറയപ്പെടുന്നത്. ഏതായാലും S-400 ഇങ്ങനെ തകർത്തു എന്ന് പറഞ്ഞ ആദംപൂർ എയർബേസിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നേരെ ആദംപൂർ എയർബേസ് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നു, സൈനികരുമായിട്ട് സംസാരിക്കുന്നു, പശ്ചാത്തലത്തിൽ മിഗ് വിമാനങ്ങൾ കിടക്കുന്നു. അതുകൂടാതെ S-400 മുന്നിൽ നിന്ന് മോദി എടുത്ത ചിത്രം മാധ്യമങ്ങളിൽ വന്നു. പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞ ആദംപൂരിലെ S-400. അപ്പോൾ വ്യാജ പ്രചാരണം വഴി എന്നും ജയിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയും ടീം ഏറ്റെടുത്ത് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാതിക്ക് ന്യായമുണ്ടെന്നേ. UPA സർക്കാരിൻ്റെ കാലത്ത് 126 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കരാർ റദ്ദാക്കി. പുതുതായി 36 എണ്ണം മതി എന്ന് തീരുമാനിച്ചു. അതിൻ്റെ സോഴ്സ് കീ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങിയത്. രാഹുലിൻ്റെ കാലത്ത് അല്ലെങ്കിൽ UPAയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഈ 126 വിമാനങ്ങൾ, നമ്മളൊരു കാർ വാങ്ങുമ്പോൾ കാറിന് പല മോഡലുണ്ടല്ലോ. ബേസ് മോഡലുണ്ട്, മിഡിൽ വെർഷൻ ഉണ്ട്, ടോപ്പ് എൻഡ് ഉണ്ട്, സ്പെഷ്യൽ എഡിഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഈ വാങ്ങാൻ തീരുമാനിച്ച 126 എണ്ണം റഫാലിൻ്റെ ഏറ്റവും ബേസിക് മോഡലായിരുന്നു. അതിൻ്റെ ടെക്നോളജി കൈമാറത്തില്ലായിരുന്നു, സോഴ്സ് കീ കൈമാറത്തില്ലായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് 36 വിമാനങ്ങൾ നമ്മൾ വാങ്ങി. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വെർഷൻ, അതിൻ്റെ സോഴ്സ് കീ ഉൾപ്പെടെ നമ്മൾ വാങ്ങി. അതുകൊണ്ടാണ് നമുക്ക് ആ വിമാനങ്ങൾക്ക് UPA കരാർ വെച്ച വിമാനങ്ങളെക്കാളും വില കൂടിയത്. അതിനിവർ പറഞ്ഞ ന്യായം എന്താണ്? ഇന്നാളെ മീഡിയ വൺ എന്ന് പറയുന്ന മുക്കാൽ മീഡിയ ഉണ്ടല്ലോ, അവർ പറഞ്ഞു കേട്ടോ, അത് മോദി വാങ്ങിയപ്പോൾ അതിന് വൈപ്പർ ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള റഫാൽ വിമാനങ്ങളാണ്. അതിനെതിരെ ഇവർ കേസ് കൊടുത്തിട്ട് കോടതി എതിർത്ത് പള്ളെ കളഞ്ഞു. എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്നു ചൗക്കിദാർ ചോർ എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന്. അത് കോടതി ഇടപെട്ട് വിളിച്ചു വരുത്തി. കോടതി മാപ്പ് പറയിപ്പിച്ചു. ഞങ്ങൾ പറയാത്ത കാര്യം നിങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം വൃത്തികെട്ട നാടകങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തി. എന്തിനാണ് 126 വിമാനങ്ങൾ വാങ്ങുമ്പോൾ പണ്ട് KSRTCയുടെ കാര്യം പറയുന്ന പോലെ 10 എണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം കമ്മീഷനായിട്ട് കിട്ടുമായിരുന്നു. ഒരു ബസ് അല്ലെങ്കിൽ ബസ്സിൻ്റെ കാശ് കിട്ടുമായിരുന്നു. അപ്പോൾ 126 വിമാനങ്ങൾ വാങ്ങുന്ന വകയിൽ എത്ര കിട്ടുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അത് മുടങ്ങിപ്പോയി. അതിൻ്റെ നിരാശയാണ്. ഇപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഡാസോ ഏവിയേഷനിൽ നിന്ന് നമ്മൾ 114 റഫാലൂടെ വാങ്ങാൻ പോവുക. അതിന് 18 എണ്ണം പൂർണ്ണ സജ്ജമായി പറത്തിക്കൊണ്ടുവരും. ബാക്കി 96 എണ്ണം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയണം, ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കാൻ പോവുക. മറ്റതങ്ങനെയല്ല. UPA കാലത്ത് 126 എണ്ണം അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗമായി വാങ്ങുന്ന 114-ൽ 18 എണ്ണം മാത്രമേ അവിടുന്ന് പറത്തിക്കൊണ്ടുവരുള്ളൂ. ബാക്കി നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കും. ഇന്ത്യയിൽ തൊഴിലവസരം ഉണ്ടാവും. നമുക്കതിൻ്റെ സോഴ്സ് കോഡും ടെക്നോളജിയും മനസ്സിലാവും. എങ്ങനെയുണ്ട്? രാഹുൽ ഗാന്ധിയുടെ UPAയുടെ കാലത്ത് കോൺഗ്രസിൻ്റെ കരാറും ഇന്ത്യ നരേന്ദ്രമോദിക്ക് ശേഷം എടുക്കുന്ന നിലപാടും എങ്ങനെയുണ്ട്? ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം അറിയാവുന്ന ആളുകൾ മിണ്ടുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടില്ല. അതുകൊണ്ടാണ് റഫാൽ എന്ന് പറയുന്ന വിമാനം നരേന്ദ്രമോദി വാങ്ങിച്ചത് മോശമായിരുന്നു എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയും, രാഹുൽ ഗാന്ധി ഏറ്റെടുക്കും. എന്താണ് തനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്? രാഹുൽ ഗാന്ധി ആദ്യം പാകിസ്ഥാനെ അറിയിക്കും. പാകിസ്ഥാൻ അത് വിളിച്ചു പറയും. രാഹുൽ ഗാന്ധി വീണ്ടും അത് ഏറ്റു പറയും. എന്നാരെങ്കിലും സംശയിച്ചാൽ ഒരു തെറ്റും പറയാനില്ല. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ 36 റഫാൽ വിമാനങ്ങളും സർവ്വസജ്ജമാണ്. ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. പാകിസ്ഥാൻ ഇതറിയാം, രാഹുൽ ഗാന്ധിക്കും ഇതറിയാം. പക്ഷേ അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും വിമാനം വീണു എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു മന്ദനുണ്ടല്ലോ, അയാൾക്ക് എത്ര വിമാനം പോയി എന്ന് ഇപ്പോൾ ഒരു ബോധവുമില്ല. 2 വിമാനവാഹിനി കപ്പലെ കാണാനില്ല. അബ്രഹാം ലിങ്കണൊക്കെ എവിടെ പോയോ? USS അബ്രഹാം ലിങ്കണെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 1.5 മാസമായിട്ട്. ഇപ്പോൾ ഇറാനെ മുടിച്ചു കളയെന്ന് പറഞ്ഞ് ചെന്നതാണ്. എവിടെ പോയി? ഇതാണ് യുദ്ധത്തിൻ്റെ അവസ്ഥ. ഏതായാലും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്, നമ്മുടെ അസറ്റുകൾ സേഫാണ്. നമ്മുടെ എയർഫോഴ്സ് പറയാതെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ 36 വിമാനങ്ങളും സേഫാണെന്ന്. രാഹുൽ ഗാന്ധി ഇനി എന്തു പറയും? ഏതായാലും ഈ വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല, വരികയുമില്ല. ഇന്ത്യ ലൈവ് പക്ഷേ ഇത്തരം വാർത്തകൾ തേടിപ്പിടിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇന്ത്യ ഫസ്റ്റ് എന്നതാണ്, ഭാരതമാണ് പരമപ്രധാനം എന്നതാണ് ഞങ്ങളുടെ മുഖമുദ്ര, ഞങ്ങളുടെ പോളിസി.
അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. നമ്മുടെ ചാനൽ കണ്ടുപോയാൽ പോരാ, അത് സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയും വേണം.